സമാധി എന്ന് പറയുന്നത് അത് ഈ യോഗി ഋഷിമാരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പം അദ്ദേഹം ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഒരു എൻലൈറ്റ്മെൻ്റ് ഒക്കെ വന്ന് ഒരു കുണ്ടലിനി അവേക്കനിങ് എന്നൊക്കെ പറയും ഋഷിമാർ. ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡും പിന്നെ നമ്മളുടെ ഈ സ്പിരിച്വൽ വേൾഡും തമ്മിലുള്ളൊരു ബാലൻസിങ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, നമുക്ക് ആകെയുള്ളത് സ്പിരിച്വൽ വേൾഡ് മാത്രമേ ഉള്ളൂ എന്നറിയാം. അപ്പോൾ ചിലവർക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നങ്ങളും ടെൻഷനും, നമുക്ക് പൈസ വേണം ജീവിക്കണമെങ്കിൽ, സ്പിരിച്വലി എൻ്റെ ഒന്നും ആവശ്യമില്ല എന്നല്ല പറയാം. നമ്മളുടെ ആത്മാവും നമ്മൾ ദൈവത്തിനോട് ചാനൽ ചെയ്താൽ നമുക്കെല്ലാം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് സമയമായിട്ടുണ്ടാവും, സമാധിയായിട്ടുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ്സിലുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നമ്മളൊന്നും ശരിക്കും സംസാരിക്കാൻ കൂടെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ മേഖലയിലും നല്ല നോളജ് ആണല്ലോ. അതെങ്ങനെ എന്തിനെ കുറിച്ച് ചോദിച്ചാലും മറുപടി, ചിലർ എസ്കേപ്പായി പോകാറുണ്ട്. നമ്മൾ സാധാരണ പലരും ചോദിക്കുമ്പോൾ മറുപടി പറയണവരുണ്ട്, പറയാത്തവരുണ്ട്. പക്ഷെ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയാൻ റെഡിയാണ് എല്ലാ മേഖലയിലും. എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല, ഞാൻ വായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ അറിയാനുള്ള ആഗ്രഹം, നമ്മൾ അറിയാനുള്ള ആഗ്രഹം ഒരിക്കലും തീരില്ല എന്നാ പറയാം. അത്രയും. പിന്നെ കുറേ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ കേദാർനാഥും വാരണാസിയും ഒക്കെ പോയി. ഇനിയിപ്പോൾ ഒന്ന് കുംഭമേളയും കൂടെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി 144 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത 144 നമ്മളൊന്നും ഉണ്ടാവില്ല. ഒന്ന് അതെ, സമാധിയായിട്ട് നന്നായിട്ടൊരു കോൺഷ്യസ്നെസ്സിലെത്തി വേറൊരു യൂണിവേഴ്സിലേക്ക് പോകാൻ പറ്റട്ടെ. എപ്പോഴും ഇവിടെ ക്യാമറ പിടിച്ച് നിന്നിട്ട് കാര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഉറപ്പല്ല ചേട്ടാ. നമ്മൾ കുറേ യൂണിവേഴ്സിൻ്റെ ഒരു കണികയിൽ മാത്രം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പല യൂണിവേഴ്സ് ഉണ്ട്. ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ഡയലോഗിൻ്റെയാണ്. പക്ഷെ ഞാൻ വായിച്ച ബുക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബുക്കുണ്ട്, നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ വായിക്കുക, ദ പവർ ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞു. പവർ. പിന്നെ അതിൽ കുറേ പറയുന്നുണ്ട് ഡയമെൻഷൻസിനെ പറ്റിയിട്ടും സ്പിരിച്വൽ വേൾഡിനെ പറ്റിയിട്ടും ഒക്കെ. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല കാര്യം, അവിടെയാണ്. ഈ സമാധി എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ വന്നപ്പോൾ അതിൽ ആ കുടുംബക്കാർ മാത്രമാണ് ആ സമാധി എന്ന് ഉറച്ചു നിന്നത്. അല്ലെങ്കിൽ അച്ഛൻ്റെ മക്കൾ മാത്രമാണ്, അമ്മ ഒരു കുടുംബം മാത്രമാണ് ഉറച്ചു. ബാക്കി കേരളത്തിലെ എല്ലാവരും അതിനെതിർത്തു. ഈവൻ നാട്ടുകാർ പോലും, വീട്ടിനടുത്തുള്ള ആൾക്കാർ പോലും എതിർത്തു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഇത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാർ ഇതിനെ വിശ്വാസമില്ലായി എടുത്തത്? കാരണം അവർ നമ്മൾ കണ്ടിട്ടുള്ള സമൂഹം അങ്ങനെ അല്ലാത്തത് കൊണ്ട്. നമ്മുടെ സമൂഹം എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് അല്ലേ. നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മളുടെ അടുത്ത് എന്താ പറയണത്, നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ അത് വെട്ടിപ്പിടിക്കുക, ഇത് വെട്ടിപ്പിടിക്കുക അല്ലേ, നിങ്ങൾ അവിടെ എത്താൻ മറ്റവനേക്കാളും വലുത്. അതല്ല, ഞാൻ എപ്പോഴും പറയണത്, ഫസ്റ്റ് കോൺക്വർ യുവർ മൈൻഡ്. നിൻ്റെ മനസ്സ് നീ കോൺക്വർ ചെയ്താൽ നിനക്ക് നിൻ്റെ വേൾഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് കോൺക്വർ ചെയ്യാൻ പറ്റും. ശ്രീബുദ്ധ പറഞ്ഞതുപോലെ പുറത്തേക്കുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്കാണ്. അതിനാണ് കണ്ണടച്ച് മെഡിറ്റേഷൻ ഇരിക്കാൻ പറയുന്നത്. സോ യു വിൽ ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അപ്പോൾ നമുക്ക് കുറേ ക്ലാരിറ്റി വരും. അപ്പോൾ നമുക്ക് എല്ലാം പോകുന്ന പറയുക, അഹങ്കാരവും ജലസും വേറെ ഒരാളെ കോൺക്കർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ നമ്മളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു, നമ്മൾ ജീവിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകാനുള്ള എല്ലാവരും മരിക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് തലയിലുണ്ടെങ്കിൽ തന്നെ ഈ ലോകത്തിൽ അല്ലേ, നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ നമുക്ക് നാളെ ഉണ്ടോ എന്നുണ്ടോ? പക്ഷെ ചേട്ടനെ ഉപയോഗിക്കണ ഫോണിന് വരെ ഒരു ഗ്യാരണ്ടി ഉണ്ട് അല്ലേ, അത് അവർ തരുന്നുണ്ട് അല്ലേ. ഭയങ്കര ഞാനുണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞോണ്ടേ. ശരിയാ ഈ പറഞ്ഞത്. ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇത് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ ഈ ഫോണിനുണ്ട് ഗ്യാരണ്ടി. പക്ഷെ ചേട്ടൻ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? എന്നിട്ട് നമ്മൾ ഈ ഫോണും പിടിച്ച് വലിയ സംഭവമാണ്, ഞാൻ നാളെ മലമലയ്ക്ക് ഞാൻ ഈ ലോകത്തിൽ അവിടെ എത്തും, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ മൊമെന്റിൽ ശ്വാസം എടുക്കാൻ നാളെ എന്തെങ്കിലില്ല, അത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യോഗ ചെയ്യാറുണ്ട്? യോഗ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ യോഗയിൽ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ സമാധിയായിട്ട് തിരിച്ചു വരുന്ന പ്രക്രിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം ഇന്നലെ ഒരാൾ ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു. പല പ്രക്രിയകളും ഉണ്ട് ശരിക്കും. നമ്മൾ ഈ 1% ആണ് നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നതാണ് ഈ നടക്കുന്നത് എന്നാണ് പറയുക. ബാക്കി 99% നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളിൽ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണേ. അപ്പോൾ ഇതുണ്ടാവും, തിരിച്ചു വരുന്നവരുണ്ടാവും.
സി ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞിട്ട് ശ്രീരാമ പരമഹംസ എന്നുള്ള ഒരു യോഗിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തെറ്റാണെങ്കിൽ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ആ ബുക്കിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുനിയുണ്ട്. ആ ഋഷീനെ വരെ ഇവർ ധ്യാനിക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. അപ്പം ആ ബാബ വന്നിട്ട് പറയണ കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ അടുത്ത്, ഈ ശിഷ്യന്മാരുടെ അടുത്ത്. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനിച്ച കാര്യങ്ങളും ഒക്കെ ഈ ബാബ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയോ? പക്ഷേ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അപ്പം നമുക്കത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ലോകത്തുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമാധി എന്ന് പറയുമ്പോൾ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മളുമായിട്ട് കണക്റ്റഡ് അല്ല, നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ മരിച്ചതല്ലേ കേട്ടിട്ടുള്ളൂ. സമാധി നമ്മൾ കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ അവർ വീട്ടുകാർക്കറിയാം, കാരണം വീട്ടുകാർ എന്നും ഇയാൾ ധ്യാനിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ പറയുന്നുണ്ടാവും, മോളെ ഞാൻ ധ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്താം. ചേട്ടനൊരു വിഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ പറയാം, നമ്മളെ പാസ്റ്റ് ലൈഫിൽ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ അടുത്തൊരു ജന്മം എടുക്കുക. നമ്മൾ കുറേ പർപ്പസും കർമ്മയും നമുക്കിവിടെ തീർക്കാനുണ്ടെന്നാണ് പറയാം. ചിലപ്പോൾ അദ്ദേഹം വലിയൊരു യോഗിയായിരിക്കും ലാസ്റ്റ് ജന്മത്തിൽ. അപ്പോൾ ഈ ജന്മം അയാൾ എടുത്തത് ചിലപ്പം സമാധിയാവാനായിരിക്കാം, നമുക്കറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം. അതവരെ വീട്ടുകാർക്കെല്ലാം അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അവർ ലാസ്റ്റ് ഒരു ഒപ്പീനിയൻ കൂടെ, നമ്മൾ ദ്വയാർത്ഥത്തിൻ്റെ പേരിൽ ബോച്ച് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഒരു അഭിപ്രായം എന്തായിരിക്കും? നമ്മളെല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത്, വി ആർ റെപ്രസെൻറ്റിങ് അവർ സെൽഫ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ എന്നെ റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് അത് എനിക്ക് തോന്നണം. ഞാൻ ദ്വയാർത്ഥം പറഞ്ഞ ആൾക്കാർ നമ്മൾ അങ്ങനെ കാണുള്ളൂ. അദ്ദേഹത്തിന് വാക്കുകൾ നന്നായിട്ട് സംസാരിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ സംസാരം എപ്പോഴും നമ്മൾ നന്നായിട്ട് വെക്കുക എന്നുള്ളത് അതൊരു ഇൻഡിവിജ്വലിൻ്റെ തോട്ടാണ്. എനിക്ക് നന്നായിട്ട് സംസാരിക്കും, എനിക്ക് മോശമായിട്ട് സംസാരിക്കാം. അദ്ദേഹം അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ വന്നതിന് ശേഷം ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവരുടെ കോസ്റ്റ്യൂം അതൊരു ഭയങ്കര വിഷയമാണ് ദ്വയാർത്ഥത്തിന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂം ഒരു വിഷയമാണെന്ന് തോന്നുന്നുണ്ട് ഗേൾസിൻ്റെ? ഗേൾസിൻ്റെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് ചേട്ടാ. എൻ്റെ റിയാലിറ്റി അല്ല ചേട്ടൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന പോലെ. എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നുന്നത് ചേട്ടന് ചിലപ്പോൾ മോശമായിട്ട് തോന്നും. അപ്പോൾ പിന്നെ നമുക്കിത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ എന്തിടണം എന്നുള്ളത്. നമ്മൾ ഒരാൾ മോശമായിട്ട് ഡ്രസ്സ് ഇട്ട് വന്നാലും നമ്മൾ നമ്മളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുക, അത്രയും.